ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 30. ദിവസങ്ങൾ കടന്നു പോകെ മീരയുടെ ഉള്ളിലെ കുഞ്ഞു വളർന്നുകൊണ്ടേയിരുന്നു. അതോടൊപ്പം അവളുടെ വയറും. ലാപ്ടോപ്പിലൂടെ കുഞ്ഞിന്റെ ഓരോ വളർച്ചയും മെറി കാണുന്നുണ്ടായിരുന്നു. ആ കാഴ്ചകൾ അവൾക്ക് നൽകിയ സന്തോഷം വളരെ വലുതായിരുന്നു. ഡാനിയുടെ കുഞ്ഞു വരുന്നതോടെ എനിക്കും നടക്കണം, മെറിയുടെ മനസ്സ് പറയുമ്പോൾ അവൾ ഉറച്ച തീരുമാനമെടുത്തു. അതവളെ വേഗത്തിൽ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. രോഗത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം അവൾക്ക് അസാധ്യമായിരുന്നു. എന്നിട്ടും ആവുന്നത്ര കരുത്തോടെ അവൾ ചുവടുകൾ വെച്ചു. അലോഷിയെ ഗർഭിണിയായിരുന്നപ്പോൾ മീര അനുഭവിച്ച ഒറ്റപ്പെടൽ ആ ഗർഭകാലത്ത് അവൾക്കുണ്ടായിരുന്നില്ല. ബിസിനസ് തിരക്കുകൾക്കിടയിലും ഡാനി അവൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ബെന്നും ലൂയിയും ഇടയ്ക്കിടെ മീരയെ സന്ദർശിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം മീരയുടെ ഈ നാളുകളെ ഏറെ മനോഹരമാക്കി. ഒരിക്കൽ ബെൻ എല്ലാവരോടുമായി ചോദിച്ചു, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ഫോട്ടോ എടുത്താലോ? കുറച്ചു നാളുകൂടി കഴിഞ്ഞാൽ മീര നാട്ടിലേക്ക് പോകുമല്ലോ. അപ്പോൾ ഓർമ്മയ്ക്കായി ഇതെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ. വേണ്ട ബെൻ, അത് പാടില്ല. എന്നെങ്കിലും ഒരിക്കൽ ഡാനിയുടെ കുഞ്ഞ് ഈ ഫോട്ടോ കാണാൻ ഇടയായാൽ. മീര പാതി വഴിയിൽ നിർത്തി. എന്റെ കുഞ്ഞ് കാണുന്നതല്ല പ്രശ്നം. നാളെ ഇതിന്റെ പേരിൽ മീര ഒരു വിഷമവും അനുഭവിക്കാൻ പാടില്ല. മീരയുടെ ജീവിതത്തിൽ ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നുവെന്ന് മറ്റാരും അറിയരുത്, ഡാനി കരുതലോടെ പറഞ്ഞു. ഡാനിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ ഉള്ളിൽ അവനോടുള്ള ബഹുമാനം കൂടി. എങ്കിലും ആ നിമിഷത്തിന്റെ സന്തോഷത്തിനായി പുറത്തുവിടില്ലെന്ന ഉറപ്പോടെ അവരൊരുമിച്ച് ഒരു ഫോട്ടോ എടുത്തു. ആദ്യമൊക്കെ എല്ലാം ഈസി ആയിരുന്നു. എങ്കിലും ദിവസങ്ങൾ നീങ്ങവേ മീരയുടെ ഉള്ളിൽ അകാരണമായ ഭയം കൂടുകൂട്ടി. ഏതൊരു സ്ത്രീക്കും പ്രസവത്തോടടുക്കുമ്പോൾ തോന്നാറുള്ള സ്വാഭാവികമായ ആ ആശങ്ക മീരയെയും വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. സിഗാൾ, ഞാൻ മരിച്ചു പോകുമോ? ഒരിക്കൽ മീര സിഗാളിനോടായി ചോദിച്ചു. എന്തൊക്കെയാ മീര നീ ഈ പറയുന്നത്? ഇത്രയും മികച്ച ചികിത്സാ സൗകര്യങ്ങളുള്ള ഈ നാട്ടിൽ നിനക്കൊന്നും സംഭവിക്കില്ല. നീ നിന്റെ മകന്റെ അടുത്തേക്ക് സുരക്ഷിതയായി തന്നെ തിരിച്ചെത്തും. ഒരമ്മയുടെ വാത്സല്യത്തോടെ സിഗാൾ അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ ആ വാക്കുകൾക്കൊന്നും മീരയുടെ ഉള്ളിലെ ഭയത്തെ മായ്ക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞിന് ജന്മം നൽകുന്നതോടെ തന്റെ ആയുസ് അവസാനിക്കുമോ എന്ന ആശങ്ക അവളെ വിടാതെ പിന്തുടർന്നു. ഗർഭകാലത്തിന്റെ അവസാന നാളുകളിൽ ഒരു ദിവസം മാർക്ക് വിളിച്ചപ്പോൾ മീര ചോദിച്ചു, മാർക്ക്, ഞാനൊരാഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരാമോ? വർഷങ്ങൾക്കിപ്പുറം മീര ആദ്യമായി തന്നോടൊരു കാര്യം ചോദിച്ചപ്പോൾ മാർക്കിന് സന്തോഷം അടക്കാനായില്ല. എന്തു തന്നെയാണെങ്കിലും ഞാനത് സാധിച്ചു തരും മീര. നിന്റെ ആഗ്രഹം നിറവേറ്റാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിറഞ്ഞ സ്നേഹത്തോടെ മാർക്ക് അവൾക്ക് വാക്കുകൊടുത്തു. ഈ കുഞ്ഞിന്റെ ജനനത്തോടെ ചിലപ്പോൾ ഞാൻ മരിച്ചുപോയേക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ അലോഷി, അവന് പിന്നെ മറ്റാരുമില്ല. അവനെ മാർക്ക് ഏറ്റെടുക്കാമോ? സ്വന്തം മകനായി കരുതണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവനൊരു തണലായി നിന്ന് അവന്റെ പഠന കാര്യങ്ങൾ നോക്കി അവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയാൽ മാത്രം മതി. മീരയുടെ ആ ആവശ്യം മാർക്കിനെ ശരിക്കും ഞെട്ടിപ്പിച്ചു കളഞ്ഞു. എന്തൊക്കെയാ മീര നീ ഈ പറയുന്നത്? ഇത്രയും അത്യാധുനികമായ ചികിത്സാ സൗകര്യങ്ങളുള്ള ഈ നാട്ടിൽ ഒരു പ്രസവം നടന്നാൽ നിനക്കൊന്നും സംഭവിക്കില്ല. ഇത്തരം ചിന്തകൾ മനസ്സിൽ നിന്നും ദൂരെ കളയൂ. നീ സന്തോഷമായിരിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കേണ്ടത്. മാർക്ക് അവളെ തിരുത്താൻ ശ്രമിച്ചു. ഇതൊന്നും വെറുതെ തോന്നുന്നതല്ല മാർക്ക്, വെറും സാധ്യതകളാണ്. ഒരമ്മയുടെ സ്വാർത്ഥതയാണെന്ന് കരുതിയാലും മതി. നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മകൻ എന്നെ പോലെ കഷ്ടപ്പെടാൻ ഇടയാകരുത്. ഡാനിയോട് ചോദിക്കാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ അത് വേണ്ടെന്ന് തോന്നി. എനിക്കിത് ചോദിക്കാൻ ഈ ലോകത്ത് വേറെ ആരാണുള്ളത്? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടെന്ന് വെക്കാം. എനിക്ക് സങ്കടമൊന്നുമില്ല. നിങ്ങളെ വീണ്ടും ശല്യം ചെയ്യുന്നതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. ആരുമില്ലാതായാലും അനാഥാലയത്തെ കുഞ്ഞുങ്ങളോടൊപ്പം അവനും വളർന്നോളും. അല്ലെങ്കിൽ ആ കന്യാസ്ത്രീകൾ തന്നെ അവനെ നോക്കിക്കോളും. നിറഞ്ഞ കണ്ണുകളോടെ മീര പറഞ്ഞു നിർത്തി. കാട് കയറി ചിന്തിക്കേണ്ടെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് മീര. ഈ മാർക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ മകൻ അലോഷി അനാഥനായി വളരില്ല. അവന്റെ ജീവിതത്തിൽ ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ മെറിയെ പോലെ അവനും എന്റെ വീട്ടിൽ വളരും. അതുകൊണ്ട് നീ അതോർത്തിനി വിഷമിക്കരുത്. മാർക്ക് അവൾക്ക് ഉറച്ച വാക്കുകൊടുത്തു. വളരെ ശാന്തവും സമാധാനപരവുമായിരുന്നു മീരയുടെ ആ ഗർഭകാലം. അവൾക്ക് സഹായത്തിനായി ഒരുപറ്റം ആളുകൾ എപ്പോഴും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ തനിച്ചാക്കാൻ പോലും ആരും ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും ചിലപ്പോഴൊക്കെ അവൾ ഏകാന്തത ആഗ്രഹിക്കുകയും അത് ചോദിച്ചു വാങ്ങുകയും ചെയ്തു.
അത്തരം നിമിഷങ്ങളിൽ അവൾ തൻ്റെ ഉള്ളിലെ കുഞ്ഞിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുമായിരുന്നു. എൻ്റെ പൊന്നു മോളെ, അമ്മയുടേതെന്ന് വിളിച്ചാലും നീ ഒരിക്കലും എന്റേതാകുന്നില്ല. നീ ഡാനിയുടെ കുഞ്ഞാണ്, എന്നിലൂടെ ഈ ലോകത്തേക്ക് വരാൻ പോകുന്ന നിന്റെ അമ്മയുടെ കുഞ്ഞ്. പക്ഷെ ഒന്നുറപ്പാണ്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് ജന്മം നൽകി നിന്നെ നെഞ്ചോട് ചേർത്ത് മുലയൂട്ടണമെന്ന് ഈ അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അതിന് സാധിക്കില്ല. മോളെ, അമ്മയ്ക്ക് അത്രയും സ്വാർത്ഥയാകാൻ കഴിയില്ലല്ലോ. നിനക്ക് മുലപ്പാൽ നിഷേധിക്കുന്നത് പാപമാണെന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ ഡാഡിയുടെ സ്നേഹം അതിലും വലിയ കാര്യമായി അമ്മയ്ക്ക് തോന്നുന്നു. അതിന് പകരമായി നിന്റെ ഡാഡി നിന്റെ ജീവിതകാലം മുഴുവൻ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കും. ഡാനി, അവൻ ഒത്തിരി പാവമാണ്. ഈ ലോകത്ത് അവനിപ്പോൾ ഏറ്റവും ഇഷ്ടം നിന്നെയാണ്. ഡാഡി നിന്നെ സ്നേഹിക്കുന്നത് പോലെ മോളും തിരിച്ച് അവനെ സ്നേഹിക്കണം. നീ നിന്റെ അമ്മയെ പോലെ ധൈര്യയായ ഒരു പെൺകുട്ടിയായി വളരണം. മീരയ്ക്കും ഡാനിയെ ഒരുപാട് ഇഷ്ടമാണ് മോളെ. പക്ഷെ ഒരിക്കലും നിന്റെ ഡാഡിയോട് ചേരാൻ ഈ അമ്മയ്ക്ക് കഴിയില്ല. തന്റെ ഉദരത്തിലെ കുഞ്ഞിനോട് മീര എല്ലാം പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു. പിന്നീട് അതിനൊരു അവസരം കിട്ടില്ലെന്ന് അവൾ ഭയപ്പെട്ടിരുന്നു. എല്ലാം കേട്ടെന്നോണം ആ കുഞ്ഞമ്മയുടെ വയറ്റിൽ മെല്ലെ ചവിട്ടിക്കൊണ്ടേയിരുന്നു. തന്റെ പ്രിയനോടുള്ള പ്രണയത്താൽ കേരൻ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് സ്വയം വിശ്വസിക്കാൻ മീര ആ ദിവസങ്ങളിൽ കഠിനമായി ശ്രമിച്ചു. എങ്കിലും ആ ഗർഭകാലം പൂർണ്ണമായിരുന്നു എന്ന് പറയാനാകില്ല. പ്രിയപ്പെട്ടവന്റെ സാമീപ്യം ഏത് സ്ത്രീയും ആഗ്രഹിക്കുന്ന ആ നാളുകളിൽ മീരയ്ക്ക് ആ തണൽ അന്യമായിരുന്നു. പ്രസവം അടുത്തതോടെ ഡാനി മീരയെ സന്ദർശിക്കുന്നത് കുറിച്ചു. തന്റെ ഉള്ളിൽ വളരുന്ന പ്രണയം ഒരുപക്ഷെ മീരയ്ക്ക് ഭാരമാകുമോ എന്നവൻ ഭയപ്പെട്ടു. ആ സാഹചര്യം ഒഴിവാക്കാൻ അവൻ ബോധപൂർവം അകലം പാലിച്ചു. ഒടുവിൽ 9-ാം മാസത്തിൽ ഒരു ദിവസം ഡാനി മീരയോട് പറഞ്ഞു, മീര, നമ്മൾ നാളെ ഇവിടെ നിന്നും പോകുന്നു. എന്റെ കുഞ്ഞ് ഇംഗ്ലണ്ടിൽ ജനിക്കട്ടെ. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? മീര അത്ഭുതത്തോടെ ചോദിച്ചു. ജനിച്ച ഉടനെ കുഞ്ഞിനെയും കൊണ്ട് അത്ര ദൂരം യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് മീര. പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും തുടർ ചികിത്സകൾ വേണമെങ്കിലും അവിടെയാണ് കൂടുതൽ എളുപ്പം. പ്രസവം കഴിഞ്ഞാൽ എല്ലാം ശരിയായാൽ നിനക്ക് ഉടനെ തന്നെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യാം. ഡാനി മറുപടി നൽകി. ഒരു വാടക കാർ പോലെയാണ് തന്റെ ജീവിതമെന്ന് മീരയ്ക്ക് തോന്നി. യാത്രക്കാരൻ എങ്ങോട്ട് തിരിക്കാൻ പറയുന്നോ അങ്ങോട്ട് പോകേണ്ടി വരുന്ന ഒരു വാഹനം. സ്വന്തം ഇഷ്ടങ്ങൾക്കപ്പുറം മറ്റൊരാളുടെ ആവശ്യങ്ങൾക്കായി നീങ്ങുക എന്നതാണ് തന്റെ ഇപ്പോഴത്തെ കടമയെന്ന് അവൾ ഒരിക്കൽ കൂടി മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. വീണ്ടും ഒരു വേർപാടിന്റെ സമയമായി. മീരയെ പിരിയുന്നത് സിഗാളിനും വലിയ സങ്കടമായിരുന്നു. മീര അവരിൽ നിന്ന് യാത്ര പറയുമ്പോൾ ബെൻ പൊട്ടിക്കരഞ്ഞു. മീര, നീ എനിക്ക് അനുജത്തിയെ പോലെയാണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ മറക്കരുത്. ബെൻ അവളെ ചേർത്ത് പിടിച്ചു വിതുമ്പലോടെ പറഞ്ഞു. മീര അവനെ നോക്കി വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു. വേദനകൾ നിറഞ്ഞ ആ മണിക്കൂറുകൾക്ക് ശേഷം ഒട്ടും വൈകാതെ അവർ ഇംഗ്ലണ്ടിലേക്കുള്ള തങ്ങളുടെ യാത്ര ആരംഭിച്ചു. എയർപോർട്ടിലെ നിയമപരമായ നടപടികളൊക്കെ പൂർത്തിയാക്കി മീര ആ രാജ്യത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. യൂറോപ്പിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരുതരം വിങ്ങലായിരുന്നു. ക്രിസ്തുവിന്റെ മണ്ണിൽ വന്നിട്ടും ആ പുണ്യഭൂമി ഒന്ന് കാണാൻ പോലും തനിക്ക് സാധിച്ചില്ലല്ലോ എന്ന സങ്കടം അവളെ വേട്ടയാടി. എങ്കിലും വിധിയുടെ ഓരോ തീരുമാനങ്ങളെയും നിശബ്ദമായി അംഗീകരിച്ച് അവൾ സ്വയം ആശ്വസിപ്പിച്ചു. യൂറോപ്പിലെ കൊടും തണുപ്പിലേക്കുള്ള മാറ്റം ഗർഭിണിയായ മീരയെ ശാരീരികമായി അസ്വസ്ഥയാക്കി. താമസിക്കാതെ ഡാനിയുടെ കുഞ്ഞിന്റെ വരവിനായി അവൾ ഒരു വലിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ലേബർ റൂമിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് ഡാനിയുടെ അഭിഭാഷകൻ അവളെ ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിച്ചു. മീര, ചില കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി നിന്നെ ഓർമ്മിപ്പിക്കുന്നു. കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ആ കുഞ്ഞിനെ കാണില്ല. ഡാനിയും നിന്നെ കാണാൻ വരില്ല. നിങ്ങളുടെ കരാറിൽ നിയമപരമായി പറയുന്നത് അങ്ങനെയാണ്. പ്രസവം കഴിഞ്ഞ് ഒരാഴ്ച നീ ഇവിടെ വിശ്രമിക്കാം. നിനക്കുള്ള ടിക്കറ്റുമായി അപ്പോൾ ഞാൻ വരും. അവസാനമായി ഒരിക്കൽ കൂടി ഡാനിയെ കാണാൻ മീരയുടെ കണ്ണുകൾ ചുറ്റും തിരഞ്ഞു. പക്ഷെ ഡാനി അവിടെ എങ്ങുമില്ലായിരുന്നു. അവൻ തനിക്ക് മുഖം തരാതെ മനഃപൂർവ്വം മാറി നിൽക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ ആകെ തകർന്നുപോയി. മീര, നീ ഒരു ജോലിക്കാരി മാത്രമാണ്. ഈ വാതിൽക്കൽ നിന്റെ കരാർ അവസാനിക്കുന്നു. ഇനി നിനക്കും നിന്റെ തൊഴിലുടമയ്ക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. അവളുടെ മനസാക്ഷി അവളോട് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. അതേസമയം പുറത്തെ ഡാനിയും വല്ലാത്തൊരു ആത്മസംഘർഷത്തിലായിരുന്നു. ഒന്നും വേണ്ടിയിരുന്നില്ല, മീരയെ കണ്ടുമുട്ടേണ്ടിയിരുന്നില്ല, അവൻ സ്വയം പറഞ്ഞു. മീര അവളുടെ ജോലി പൂർത്തിയാക്കി മടങ്ങുന്നു. ഇതിൽ ഇത്ര ചിന്തിക്കാൻ എന്തിരിക്കുന്നു? മനസാക്ഷി മറു ചോദ്യം ചോദിച്ചെങ്കിലും ഡാനിയുടെ ഉള്ളിലെ മനുഷ്യൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എനിക്കറിയാം, പക്ഷെ ഞാനും ഒരു സാധാരണ മനുഷ്യനാണ്. എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും എന്റെ മനസ്സ് അവളിലേക്ക് തന്നെ ചുരുങ്ങുന്നു. എന്റെ കുഞ്ഞിനോടൊപ്പം മീരയെയും കൂടി എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ.
ഡാനി തന്റെ ഉള്ളിലെ പ്രണയത്തെ ആ നിമിഷം പൂർണ്ണമായും തിരിച്ചറിയുകയായിരുന്നു. ഡാനി, നീ വല്ലാതെ സ്വാർത്ഥനാകുന്നു. നിനക്ക് നിന്റെ കുഞ്ഞും നിന്റെ പ്രണയവും മാത്രമേ ഉള്ളൂ. മനസാക്ഷി അവനോട് തർക്കിച്ചുകൊണ്ടേയിരുന്നു. സ്നേഹമെന്നത് സ്വാർത്ഥതയാണോ? ഡാനി വേദനയോട് ചോദിച്ചു. സ്നേഹം സ്വാർത്ഥതയല്ല, പക്ഷെ അത് മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടാകുമ്പോൾ തീർച്ചയായും സ്വാർത്ഥതയായി മാറും. മീര അവളൊരമ്മയാണ്. തന്റെ കുഞ്ഞിനു വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മ. കടപ്പാടുകൾ കൊണ്ടാണ് അവൾ ഇതിന് സമ്മതിച്ചത്. അവൾ ഇത്ര വലിയൊരു ത്യാഗം ചെയ്തെങ്കിൽ അതേ സ്നേഹത്തിന്റെ പേരിൽ അവളെ ഇനിയും വേദനിപ്പിക്കാതിരുന്നുകൂടെ? മനസാക്ഷിയുമായുള്ള അവന്റെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ ലേബർ റൂമിന്റെ വാതിൽ തുറന്നു. ഡോക്ടർ പുഞ്ചിരിയോടെ പുറത്തേക്ക് വന്ന് ഡാനിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഡാനി, പേടിക്കാനൊന്നുമില്ല, എല്ലാം സുഖമായി നടന്നു. കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണ്, ഡോക്ടർ അറിയിച്ചു. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ? നിറഞ്ഞ കണ്ണുകളോടെ ഡാനി ചോദിച്ചു. തീർച്ചയായും, കുഞ്ഞിനെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം നിങ്ങളെ കാണിക്കാം. അതിനുശേഷം പീഡിയാട്രിക് സെക്ഷനിലേക്ക് മാറ്റും. നിങ്ങളൊരു സിംഗിൾ ഫാദർ ആയതുകൊണ്ട് കുഞ്ഞിനെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യില്ല. കുറച്ചു ദിവസം നിരീക്ഷണത്തിൽ വെച്ച് പൂർണ്ണ ആരോഗ്യം ഉറപ്പുവരുത്തിയതിനു ശേഷമേ കൈമാറ്റമുള്ളൂ. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ഡാനി ആശ്വാസത്തോടെ തലയാട്ടി. അപ്പോഴേക്കും കുഞ്ഞിനെ ഒരു ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞുകൊണ്ട് നേഴ്സ് അരികിലേക്ക് എത്തി. എന്റെ കുഞ്ഞ്. ആ ചോരക്കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കുമ്പോൾ ഡാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തന്റെ പ്രിയപ്പെട്ട കേരൻ തന്റെ അരികിൽ ഇരുന്ന് പുഞ്ചിരിക്കുന്നത് പോലെ അവന് തോന്നി. ഞാൻ വൈകിപ്പോയോ? എവിടെ നമ്മുടെ കുഞ്ഞ്? ശ്വാസം പിടിച്ചുകൊണ്ട് മാർക്ക് അവിടേക്ക് ഓടിയെത്തി. ഇല്ല മാർക്ക്, ഇപ്പോൾ കുഞ്ഞിനെ കിട്ടിയതേയുള്ളൂ. ഡാനി കുഞ്ഞിനെ മാർക്കിന് നേരെ നീട്ടി. നേഴ്സ്, മീരയ്ക്കോ? അവൾക്ക് എങ്ങനെയുണ്ട്? പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ മാർക്ക് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ ഡാനി ഒന്ന് നടുങ്ങി. മീരയെക്കുറിച്ച് ചോദിക്കാൻ പോലും താൻ മറന്നുപോയല്ലോ. അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ പ്രണയം. അത് ഓർത്തപ്പോൾ അവൻ കുറ്റബോധത്തോടെ നേഴ്സിനെ നോക്കി. ഷീ ഈസ് അബ്സല്യൂട്ട്ലി ഫൈൻ. ഒരു പുഞ്ചിരിയോടെ അവർ മറുപടി നൽകി. ഡാനി, ഇപ്പോൾ എന്തു പറയുന്നു? നിന്റേത് വെറും സ്വാർത്ഥതയായിരുന്നില്ലേ? കുഞ്ഞിനെ കിട്ടിയപ്പോൾ നീ മീരയെ മറന്നുപോയി. നിന്റെ സ്നേഹം സത്യമായിരുന്നെങ്കിൽ ആദ്യം നിന്റെ നാവ് ഉയരുന്നത് അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു. മനസാക്ഷിയുടെ ആ പരിഹാസത്തിന് മറുപടി പറയാൻ ഡാനിക്കായില്ല. കുഞ്ഞിനെ വാങ്ങി നേഴ്സ് തിരികെ പോയ ഉടനെ മാർക്ക് പറഞ്ഞു. ഡാനി, നിന്നോട് ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്തു. നിന്റെ മമ്മയോടും ഡാഡിയോടും ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവരിപ്പോൾ ഇങ്ങെത്തും. എന്നിട്ട് അവരെന്തു പറഞ്ഞു? ഡാനി ആശങ്കയോടെ മാർക്കിനെ നോക്കി. എന്നിട്ടെന്താ? നമ്മൾ കരുതിയതുപോലെ വലിയ പ്രശ്നമൊന്നുമില്ല. നീ ഇതൊന്നും നേരത്തെ തുറന്നു പറയാത്തതിന്റെ ചെറിയൊരു വിഷമം, അത്രമാത്രം. ഡാനിയുടെ തോളിൽ തട്ടിക്കൊണ്ട് മാർക്ക് അവനെ ആശ്വസിപ്പിച്ചു. മീരയുടെ ബാക്കി സെറ്റിൽമെന്റ് കാര്യങ്ങൾ നോക്കാൻ ഞാൻ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ പണത്തെക്കുറിച്ച് നമ്മൾ അവളോട് സംസാരിച്ചിട്ടില്ല. അവൾ എനിക്ക് നൽകിയ സ്നേഹത്തിന് എന്താണ് പകരം നൽകേണ്ടതെന്ന് എനിക്കറിയില്ല. ഡാനി വിങ്ങുന്ന മനസ്സോടെ പറഞ്ഞു. ഡാനി, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? മാർക്ക് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. നിങ്ങൾ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ സത്യം പറയാൻ എനിക്കിപ്പോൾ സാധിച്ചു എന്ന് വരില്ല. ഡാനി മുഖം കുതിച്ച് മറുപടി നൽകി. ഇനി നീ ഉത്തരം പറയേണ്ടതില്ല ഡാനി. എന്തായാലും ഇനി നമ്മൾ അവളെ കാണാൻ പോകുന്നില്ലല്ലോ. അവൾക്ക് നൽകാനുള്ളത് മാന്യമായി നൽകി നമുക്ക് അവളെ യാത്രയാക്കാം. മാർക്ക് അവനെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും നേഴ്സ് അവിടേക്ക് വന്നു. കുഞ്ഞിനെ പീഡിയാട്രിക് സെക്ഷനിലേക്ക് മാറ്റുകയാണ്. കുഞ്ഞിന്റെ ഫാദർ കൂടെ വന്നോളൂ. അത് പറഞ്ഞുകൊണ്ട് അവർ കുഞ്ഞുമായി മുന്നോട്ട് നടന്നു. ഞാൻ അങ്ങോട്ട് പോവുകയാണ് മാർക്ക്. ദാ ഈ പെട്ടിയിൽ വലിയൊരു തുകയുണ്ട്. അത് തികയില്ലെങ്കിൽ ബാക്കി തുക മാർക്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തേക്കണം. ഒരു പെട്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡാനി പറഞ്ഞു. തന്റെ മകളോടൊപ്പം നീങ്ങുന്ന നേഴ്സിനെ അനുഗമിക്കുമ്പോഴും അവന്റെ മനസ്സ് മീരയിൽ മാത്രമായിരുന്നു. ആ സമയം ലേബർ റൂമിനുള്ളിൽ മീര ഒരു ചെറിയ മയക്കത്തിലായിരുന്നു. പക്ഷെ ആ മയക്കത്തിലും ഭയാനകമായ സ്വപ്നങ്ങൾ അവളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഇതെന്റെ കുഞ്ഞാണ്, ഞാൻ ഇതിനെ ആർക്കും തരില്ല. മീര അലറിക്കരഞ്ഞു. മീര! സിസ്റ്റർ തെരേസയുടെ വിളി കേട്ട് അവൾ ഞെട്ടിയുണർന്നു. ആ ഞെട്ടലിൽ അവളുടെ കാൽ ബ്രേക്കിൽ അമർന്നു. വലിയൊരു ശബ്ദത്തോടെ ആ വാഹനം ഉരഞ്ഞു നിന്നു. കർത്താവെ, ഇപ്പോൾ തീർന്നേനെ രണ്ടും. സിസ്റ്റർ വിറയ്ക്കുന്ന കൈകളാൽ നെറ്റിയിൽ കുരിശു വരച്ചു. മരിക്കാൻ സിസ്റ്റർക്ക് ഇത്ര പേടിയാണോ? മീര ചെറിയൊരു പുഞ്ചിരിയോടെ അവരെ നോക്കി. ഇത് മരിക്കാനുള്ള പേടിയല്ല കുഞ്ഞെ. ഒന്ന് പ്രാർത്ഥിക്കാനോ ഈശോ മറിയം ഔസേപ്പി എന്ന് വിളിക്കാനോ സമയം കിട്ടാതെ എങ്ങനെയാ മരിക്കുക? പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്നല്ലേ നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നത്. അവർ നെഞ്ചിൽ കൈവച്ച് നെടുവീർപ്പെട്ടു. സിസ്റ്റർ, ഇതാണ് എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ. ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എനിക്കിന്നും ഒരു കുറ്റബോധവുമില്ല. ഇനി സിസ്റ്റർക്ക് തീരുമാനിക്കാം എനിക്കിവിടെ അഭയം നൽകണോ വേണ്ടയോ എന്ന്. മീര വളരെ ശാന്തമായി പറഞ്ഞു.
സിസ്റ്റർ തെരേസ മീരയെ അത്ഭുതത്തോടെ നോക്കി. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല മീര. അലോഷിയെ ജീവശ്വാസം പോലെ സ്നേഹിക്കുന്ന നിനക്ക് നിന്റെ ഉദരത്തെ പിറന്ന ആ മകളെ എങ്ങനെ വിട്ടുകൊടുക്കാൻ തോന്നി? ഇത് വിശ്വസിക്കാൻ പോലും പ്രയാസമാണ്. അതിനുശേഷം നീ ആ മോളെ കണ്ടിട്ടില്ലേ? ഒരിക്കൽ പോലും അവളെ കാണാൻ ശ്രമിച്ചില്ലേ? സിസ്റ്റർ ആകുലതയോടെ ചോദിച്ചു. ഇല്ല സിസ്റ്റർ, ഞാൻ ഒരിക്കലും അതിന് ശ്രമിച്ചിട്ടില്ല. ആ കുഞ്ഞുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആ കുഞ്ഞ് എന്റേതല്ല, ഡാനിയുടെയും കെയറിൻ്റെതുമാണ്. അത് പറയുമ്പോൾ മീരയുടെ ഹൃദയം വിങ്ങി പൊട്ടിക്കൊണ്ടേയിരുന്നു. ആരും കാണാതെ അവൾ ഉള്ളിൽ അലറിക്കരയുന്നുണ്ടായിരുന്നു. എനിക്ക് നിന്നെ മനസ്സിലാവും മീര, പക്ഷേ ഇതൊക്കെ എങ്ങനെയാ നീ ഇത്ര കാലവും എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചത്? സിസ്റ്റർ വേദനയോട് ചോദിച്ചു. ചിലതൊക്കെ ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. ആരോടെങ്കിലും നമ്മൾ മനസ്സു തുറന്നാൽ അവർക്ക് നമ്മൾ വെറും കഥകൾ മാത്രമായിരിക്കും. വായിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന പഴയ പുസ്തകങ്ങൾ പോലെ. ആൽബി എന്ന ആ ദുരന്തം എന്നെ തേടി വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഞാൻ എൻ്റെ മകനോടൊപ്പം കഴിഞ്ഞേനെ. ആരും ഒന്നും അറിയുകയുമില്ലായിരുന്നു. പക്ഷെ ഇതും ദൈവനിശ്ചയമായിരിക്കാം. മീരയുടെ മുഖം വേദനയാൽ വലിഞ്ഞു മുറുകി. നീ നിന്റെ മകളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സിസ്റ്ററുടെ ആ ചോദ്യത്തിന് ഒരു നൊമ്പര ചിരി മാത്രമായിരുന്നു മീരയുടെ മറുപടി. ഇനി മഠത്തിലേക്ക് വെറും 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എന്നെക്കുറിച്ച് ഇനിയും എന്തെങ്കിലും വ്യക്തത വേണമെങ്കിൽ ചോദിക്കാം. അതല്ല, ഞാൻ പിഴച്ചവളാണെന്ന് മനസ്സിലാക്കി പുറത്താക്കാനാണ് ഭാവമെങ്കിൽ അതും തുറന്നു പറയാം. സങ്കടങ്ങൾ എനിക്ക് പുതിയതല്ലല്ലോ, മീര വല്ലാത്ത നിസ്സംഗതയോടെ പറഞ്ഞു. ഇപ്പോൾ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് മീര. നീ അറിയാതെ ആൽബി നിന്നെ പിന്തുടരുകയായിരുന്നു. എവിടെയോ മറിഞ്ഞിരുന്ന് അവനെടുത്ത ആ ഫോട്ടോഗ്രാഫ് വെച്ചാണല്ലോ അവനിപ്പോൾ നിന്നെ ഭീഷണിപ്പെടുത്തുന്നത്. കാലം എല്ലാവരെയും മാറ്റുമെന്ന് പറയും, പക്ഷെ അവന് മാറ്റമില്ല. ഇത്ര വർഷങ്ങൾക്ക് ശേഷവും നിന്റെ ശരീരം മോഹിക്കുന്ന ആ പിശാചിന് 2 കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നത് മാത്രമാണ് എന്റെ സങ്കടം. സിസ്റ്റർ വല്ലാത്ത ദേഷ്യത്തോടെ പറഞ്ഞു. അതൊക്കെ പോട്ടെ സിസ്റ്റർ, ഇതെന്റെ വിധിയാണ്. എനിക്കിപ്പോൾ യാതൊരു സങ്കടവുമില്ല. കാരണം എന്റെ അലോഷി അവനിപ്പോൾ തനിച്ചല്ല. അവനെ സ്നേഹിക്കാൻ അവനോടൊപ്പം ഒരു പെൺകുട്ടിയുണ്ട്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മീര പ്രതീക്ഷയോടെ സിസ്റ്ററെ നോക്കി. ഒരേ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് മറുപടി പറയാം. മീരയുടെ കണ്ണുകളിലേക്ക് നോക്കി സിസ്റ്റർ ചോദിച്ചു. മീര, ചോദിക്കുന്നത് തെറ്റാണെന്നറിയാം, എന്നാലും ചോദിക്കാതിരിക്കാൻ എനിക്കാകില്ല. അന്ന് ഡാനിയിൽ നിന്ന് വാങ്ങിയ പണം കൊണ്ടാണോ നീ ഇത്ര കാലവും ജീവിച്ചത്? അത് ചോദിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു വൈക്ലഭ്യം സിസ്റ്ററുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. സിസ്റ്റർ, ഇംഗ്ലണ്ടിൽ നിന്നും മടങ്ങും മുൻപ് ഡാനി തന്നതാണെന്ന് പറഞ്ഞ് മാർക്ക് വലിയൊരു തുക എനിക്ക് നൽകിയിരുന്നു. പക്ഷെ ആ തുക എന്താണെന്ന് പോലും ഞാൻ നോക്കിയില്ല. ആ പെട്ടി ഡാനിക്ക് തിരിച്ചു കൊടുക്കാൻ മാർക്കിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ മടങ്ങിയത്. അത് പറഞ്ഞുകൊണ്ട് മീര ഒന്ന് നിർത്തി. തന്റെ ഉള്ളിലെ വിങ്ങലടക്കി അവൾ തുടർന്നു. മാർക്കിന്റെ മകൾക്ക് നൽകിയ സേവനത്തിലുള്ള കൂലിയും ഗിറ്റിൽ എനിക്കായി എഴുതി വെച്ച സമ്പാദ്യവും പിന്നെ അത്രയും കാലം സെന്റ് മേരീസിൽ ജോലി ചെയ്ത ശമ്പളവുമാണ് എന്റെ കയ്യിലുള്ളത്. അല്ലാതെ എന്റെ കുഞ്ഞിനെ വിറ്റുണ്ടാക്കിയ പണമല്ല ഇത്. ഒരു വലിയ തേങ്ങലോടെയാണ് മീര അത് പറഞ്ഞു നിർത്തിയത്. മീരയുടെ വാക്കുകൾ കേട്ട് സിസ്റ്ററുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. മീര, ഇനി എനിക്കൊന്നും അറിയണ്ട. ഇനിയുള്ള കാലം നീ എന്റെ കുഞ്ഞാണ്. ആരുമില്ലാത്തവർക്ക് വേണ്ടി നിനക്കാവുന്ന കാലത്തോളം സേവനം ചെയ്യുക. നിനക്ക് വയ്യാതാകുന്ന കാലത്ത് നിന്നെ നോക്കാൻ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. മീര, നീ എന്നേക്കാൾ ഏറെ വിശുദ്ധയാണ്. നിന്റെ മനസ്സിന്റെ നന്മയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് കരുത്ത് നൽകിയത്. ഒന്നിന്റെ പേരിൽ നിന്നെ കുറ്റപ്പെടുത്താൻ എനിക്കാവില്ല. കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ മീരയുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ഒരു ചുംബനം നൽകി സിസ്റ്റർമ്മ പറഞ്ഞു. അതുവരെ മനസ്സിൽ നിറച്ചു വെച്ച ആശങ്കകളെല്ലാം ആ നിമിഷം അവളിൽ നിന്നും ഇല്ലാതായി. ഒരു കൊച്ചുകുട്ടിയുടെ തെളിച്ചമുള്ള പുഞ്ചിരിയോടെ മീര വാഹനം സ്റ്റാർട്ട് ചെയ്തു. അലോഷി എന്ന ഏക ലക്ഷ്യത്തിലേക്ക് മാത്രം കറങ്ങിക്കൊണ്ടിരുന്ന മീരയുടെ ജീവിതം പുതിയൊരു ആകാശത്തേക്ക് ചിറകുവിടർത്തുകയാണ്. ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. പ്രവചനാതീതമായ നിറങ്ങൾ കൊണ്ട് അത് നമ്മുടെ മുന്നിൽ പുതിയ വഴികൾ തുറന്നിടും. കഥ ഇനി കടലുകൾ കടന്ന് മറ്റൊരു ദേശത്തേക്ക് യാത്ര തുടരുന്നു. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.